ഒരു ചേഞ്ച് നല്ലതാ. മാഡം പറഞ്ഞതുപോലെ ഈ ആൺതരി തന്നെ നയിക്കട്ടെ. ഇത്തവണ ചാമ്പ്യൻഷിപ്പ് കിട്ടുമെന്ന് അറിയാലോ. 7 വർഷത്തിന് ശേഷമാ യൂണിവേഴ്സിറ്റി യൂത്ത് ഫെസ്റ്റ് എറണാകുളത്ത് നടക്കുന്നത്. ശരിക്കൊന്ന് ഉത്സാഹിച്ച ചാമ്പ്യൻഷിപ്പ് നമുക്ക് പിടിക്കാം. ഇവൻ ഇതെന്തറിഞ്ഞിട്ടാ? ഇത്തവണ പ്രീതതന്നെ മതിയെന്ന എന്റെ അഭിപ്രായം. ദേ, നമുക്ക് ആവശ്യത്തിന് ഫണ്ടുണ്ട്. കുട്ടികളെ ട്രെയിൻ ചെയ്യാൻ പുറത്തുനിന്ന് ആരെ വേണമെങ്കിലും ശ്യാമിന് കൊണ്ടുവരാം. അതിന്റെ ഒരു കുറവേ ഉള്ളൂ. ആണായിട്ട് ഒരുത്തം വന്നു കയറിയതിന്റെ കേട് ഇതുവരെ തീർന്നില്ല. മറിയ, ഓ അപ്പോ അത് തീരുമാനമായി. ഓക്കെ മോനെ ദിനേശ, വൈകിട്ട് എന്താ പരിപാടി? ഞാൻ ഫ്രീ ആണ്. എന്താ? എങ്കിൽ നമുക്ക് രണ്ടാക്കും വൈകിട്ട് ഒരിടം വരെ പോകാം. പിന്നെന്താ? ഏതാ സ്ഥലം? സിറ്റി ദർബാർ. ഓ ഷുവർ. അല്ല, സിറ്റി ദർബാർ കുറച്ച് ക്രൗഡഡ് ആയിരിക്കില്ലേ? നമുക്ക് വല്ല പാർക്കിലോ ബീച്ചിലോ ഒക്കെ പോയാലോ? എന്തിന് ചേട്ടാ? ഞങ്ങള് പ്ലാന്റേഴ്സിന്റെ ആനുവൽ മീറ്റ് ഉണ്ടെന്ന് സിറ്റി ദർബാറിൽ. എന്നെ അവിടെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണം. കൂട്ടത്തിൽ എന്റെ മത്താച്ചനോട് ഒരു ചീസും പറയാം. അത് ശരി, ഡ്രോപ്പ് ചെയ്യാനാ? പിന്നെ ചേട്ടൻ എന്താ വിചാരിച്ചേ? ഒന്നുമില്ല. അപ്പോ വൈകിട്ട് കാണാം. മത്തയച്ചന്റെ ഒരു കാര്യം, ഈ ചരിത്ര നാടകത്തിലെ ഡ്രസ് അല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല വാങ്ങിത്തരാൻ. ഇതിട്ടിട്ട് എനിക്ക് ഇക്കിളിയാവുന്നു. ഓ പിന്നെ ജീവിതകാലം മുഴുവനും നീ ജീൻസ് ടോപ്പ് അല്ലേ ഇടാൻ പോണേ? എടി, ഇതൊരു പാർട്ടിയാ. ഹലോ ശ്യാം. ഹലോ. അതെ, നിങ്ങൾ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതിന് ശേഷം ഇതുവരെ ഒന്ന് നേരി കാണാൻ സാധിച്ചില്ല. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇത്ര പെട്ടെന്ന് എങ്ങനെ കീഴടക്കി ഈ ആഫ്രിക്കൻ കൺട്രിയെ? മക്കളെ. ഓ അത് ശരി. ഹലോ അവറാച്ച. മോളെ, ഇത് എബ്രഹാം, ഞങ്ങളുടെ അവറാച്ചൻ. ഹായ് അങ്കിൾ. ഇതെന്റെ മോള് അന്നക്കുട്ടി. ഇത് ശ്യാം, ഇവളുടെ ഫ്രണ്ട്. ഹലോ. ഹലോ റോസി, നീ ഒന്നേ. ഈ കൊച്ചിനെ അറിയോ നീ? ഈശോയെ, അന്നക്കുട്ടിയല്ലേ ഇത്? കേറി അങ്ങ് വലുതായെങ്കിലും ചായ പഴയത് തന്നെ. മോളെ, മനസ്സിലായോ നിനക്ക്? മോളുടെ മമ്മിയുടെ ഫ്രണ്ടായിരുന്നു. ഓ, റോസി ആന്റി. എങ്ങനെ മനസ്സിലായി? അങ്ങേര് കേറി വിളിച്ചപ്പോ മനസ്സിലായി. എന്നതാ ഒരു സ്വകാര്യം? അധികം കഴിക്കണ്ടെന്ന് പറയായിരുന്നു. മിടുക്കി. മത്തായിച്ചൊരു നിയന്ത്രണമൊക്കെ ആവശ്യ. എന്ത് നിയന്ത്രണം അങ്കിൾ? ഞാൻ ഹോസ്റ്റലിലേക്ക് പോയ കോഴി കൂവുന്നതിന് മുമ്പ് കോട്ട തീർക്കും. ഞാൻ ഉള്ളപ്പോഴാണെങ്കിലോ എന്റെ കണ്ണ് തെറ്റിയ അപ്പ കട്ടുപിടിക്കും. ചേട്ടൻ ഇവിടെ പതുങ്ങി നിൽക്കുവാ? അല്ല, അത് ഞാൻ ഇറങ്ങാണ്. അത് ശരിയാവില്ല. ശ്യാമിനോട് മത്തയച്ചനെ കൊണ്ട് ചേസ് പറയിപ്പിച്ചിട്ട് ഞാൻ വിടും. വാ 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 വാ. ഹലോ. ഡ്രസ് കലക്കി. എന്റെ കർത്താവേ, ഇനി നീ എന്നെ വിളിച്ചാലും വേണ്ടിയില്ല. എന്റെ പൊന്നു മോൾ ഇതുപോലെ വാല് മുറിഞ്ഞു നിൽക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാ. നിനക്ക് എന്ന് മുതലാ മോളെ വിക്ക് തുടങ്ങിയത്? പൊന്നു മോളെ, നീ എന്റെ മോനെ പേടിപ്പിച്ചു കളഞ്ഞു. ഹേയ് ആൻഡ് റിലാക്സ്. കാണാൻ വരുമ്പോ താൻ എന്തെങ്കിലും ഒപ്പിക്കുന്ന അങ്കിൾ പറഞ്ഞെങ്കിലും അന്ന് ഞാൻ വരണ്ടുപോയി. മത്തായിച്ചോ, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ മേല. മനസ്സുയോദ്യവും കല്യാണമൊക്കെ ഇപ്പൊ നിശ്ചയിക്കണം. ഇനി എന്തിനാന്ന് മനസ്സുയോദ്യം? എന്റെ മോക്ക് ഇവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞു, ഇവനും അവളെ ഇഷ്ടമായി. ഇനിയൂടെ ആർക്കാ ഇഷ്ടം? ഞാനോടെ ഒന്നിക്കാം. അങ്ങടുത്ത് ഇനി ചെറുക്കനും വേണം.
നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പപ്പ? പെണ്ണ് കാണൽ ഉഴപ്പിയപ്പോ അത് നിന്റെ കുസൃതിയായിട്ട് എനിക്ക് തോന്നിയുള്ളൂ. പക്ഷേ അതങ്ങനെയല്ല, ശരിയല്ലേ? ശരിയാണോന്ന് ചോദിച്ചാ ആരാ കക്ഷി? ശ്യാം? പപ്പയോട് പറയാൻ മാത്രം എന്തെങ്കിലും ആയിന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ കുറച്ചു ദിവസമായി ഞാൻ ഡിസ്റ്റർബ്ഡാ. അവനോട് എനിക്ക് എന്തോ അതിനെ ഇഷ്ടമെന്നൊക്കെ പറയാവോ? അങ്ങനെയും പറയാം. എന്തോ ചിലപ്പോ വേറെ ഒരു ഇൻഫാച്വേഷൻ ആയിരിക്കും. അങ്ങനെയാവാം. മത്തായിച്ച എന്തെങ്കിലും ഒന്ന് തീർത്ത് പറ. ആവാമായിരിക്കാം, ഒരുമാതിരി കാലാവസ്ഥ പ്രവചനക്കാരെ പോലെ. അവന് തിരിച്ചെങ്ങനെയാ? എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അവൻ പറഞ്ഞിട്ടുമില്ല? ഇല്ല. പ്ലീസ് കളിയാക്കല്ലേ. ഓ കഷ്ടം, എന്റെ മാനം കളയാൻ നിന്നെ ഞാൻ എങ്ങനെ വളർത്തിയതാടി. നീ ആരെയെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അവനെ കുത്തിന് പിടിച്ചു നിർത്തി എടാവേ തന്നെ എനിക്കിഷ്ട എന്ന് പറയൂന്നായിരുന്നു എന്റെ വിശ്വാസം. എവിടെ? എന്നിട്ട് പാതിരായ്ക്ക് മോന്തയും വേർപ്പിച്ചിരുന്ന് ചാനല് മാറ്റി കളിക്കുന്നു. നീ ആരടി? സീരിയലിലെ നായികയോ? എന്റെ അന്നക്കുട്ടി, ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ തോന്നണം. പക്ഷേ ഇതൊന്നും നമ്മുടെ ജീവിതത്തെ മോശമായ രീതിയിൽ ബാധിക്കാൻ പാടില്ല. പപ്പ ഒന്ന് പറയാം, ആണുങ്ങൾക്ക് ഈ പ്രായത്തിൽ ഇതൊക്കെ ഒരു പാസിംഗ് ഫാൻസിയാ. സംശയമുണ്ടോ? ഉണ്ട്. എടി അന്നാമ്മേ, നിനക്ക് അവനോട് താല്പര്യമാണെന്ന് അറിഞ്ഞിട്ടാവരുത് അവന് നിന്നോട് ഇഷ്ടം തോന്നാൻ. അവനാവണം അതാദ്യം നിന്നോട് പറയേണ്ടത്. പറഞ്ഞാൽ നിന്റെ ഇഷ്ടം ഞാൻ അംഗീകരിക്കും. മറിച്ച് സംഭവിച്ചാലോ? പപ്പയ്ക്ക് തീരുമാനിക്കാം ബാക്കി എന്തും. ശ്യാം, ഹലോ ശ്യാം. അവള് കിടന്നു. സന്തോഷ വാർത്ത അറിഞ്ഞില്ലേ? കല്യാണം ഉറപ്പിച്ചു. നല്ല പയ്യനാ. ഇനി എന്റെ മോളായിട്ട് അവനെ ചീത്തയാക്കായിരുന്നാ മതി. അപ്പോ എല്ലാവിധ സഹകരണങ്ങളും അഡ്വാൻസ് ആയിട്ട് അഭ്യർത്ഥിക്കുന്നു. ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ. എന്താ ഒരു അഭിനയം! ഭാരത് ഗോപി മാറി നിൽക്കും. നിന്റെ അല്ലേടി അപ്പൻ. ഇന്നൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. നമ്മുടെയൊക്കെ സ്വപ്നഭൂമിയായ സെന്റ് മേരീസ് വിമൻസ് കോളേജിൽ കാലുകുത്തുവാനും അവിടത്തെ തങ്കക്കുടങ്ങളെ വിവിധ കലാപരിപാടികൾ പഠിപ്പിച്ച് യുവജനോത്സവത്തിൽ സജ്ജരാക്കാനും നമുക്ക് അവസരമുണ്ടാക്കി തന്ന ഈ ശ്യാമിനോടുള്ള മുടിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. കൂടാതെ യൂത്ത് ഫെസ്റ്റിന്റെ പേരിൽ കള്ളടിച്ച് കുന്തം അറിയാൻ ഇങ്ങനെ ഒരു ഹോട്ടൽ മുറി സെറ്റപ്പ് ഒരുക്കി തന്നതിന് ശ്യാമിനോടുള്ള ചിയേഴ്സിൽ കുതിർന്ന നന്ദി ഞാനും രേഖപ്പെടുത്തുന്നു. സത്യത്തിൽ തനിക്ക് നാടകം വല്ലതും അറിയാമോ? 2 തവണ യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ആക്ടർ ആയിരുന്നു മാഷെ. 1 തവണ കലാപ്രതിഭ. നോണെങ്ങനെ കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നാൽ താൻ തന്നെ സംവിധായകൻ. ചവിട്ടു നാടകം ഉണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കും. പെമ്പിള്ളാര് ചവിട്ടി കലക്കും. അപ്പൊ പിന്നെ എന്റെ റോൾ എന്താ? നീ അസിസ്റ്റന്റ് ഡയറക്ടർ. ഞങ്ങൾക്കൊക്കെ ചായ കൊണ്ട് തരുന്ന ആൾ. രംഗനിയന്ത്രണം ഞാനാണ്. അതെ, കത്തം വലിക്കുന്ന ആൾ. എന്താടാ ശ്യാമ ഒരു ഉഷാറില്ലാത്ത? ഏയ് ഒന്നുമില്ല. എടാ മതിയടാ, ഇപ്പൊ തന്നെ കൊറേ ആയി. ഒന്ന് പറ പാപ്പ. നിന്റെ വിഷമം എന്താണെങ്കിലും പറ, ഞങ്ങളൊന്ന് സന്തോഷിക്കട്ടെ. ഇല്ല, അവളില്ലേ, അവളുടെ കല്യാണം ഉറപ്പിച്ചു. ലെവല് ആൻ മാത്യൂസ്. അതിന് നിനക്കെന്തത്ര വിഷമം? നിങ്ങൾക്ക് അറിഞ്ഞൂടെ അവളുടെ ഒരു നേച്ചർ? അവൾക്ക് പറ്റിയ ഒരുത്തിനൊന്നും അല്ലെന്നേ ആ മാനുവല്. അവള് ഭയങ്കര ഡിപ്രസ്ഡാ. അവളുടെ ഡിപ്രസിയേഷൻ നമുക്ക് മാറ്റിയാലോ? ഒരൊറ്റ വഴിയുള്ളൂ, അവനെ വീട്ടിൽ കയറി 2 എണ്ണം പൊട്ടിക്ക. പൊട്ടിക്കേ? അതൊന്നും വേണ്ട. നിന്റെ സ്റ്റൈൽ ഓപ്പറേഷൻ ഈ കേസിൽ വർക്കൗട്ട് ആവൂല. ഞാനൊരു സ്മൂത്ത് ആയിട്ടൊരു അപ്രോച്ച്. ഓക്കെ ഓക്കെ. കല്യാണം കലക്കാൻ പോകുമ്പോ കണ്ടാൽ മാന്യൻ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരാൾ വേണം. നീ വാ. ഞാനില്ല. വേണ്ട, നീ വരണ്ട. പപ്പാ തൂക്കിയെടുത്ത് വണ്ടിയിലിട്. അല്ല, ഞാനില്ലാഞ്ഞിട്ടാ. വേണ്ട, ഇതൊക്കെ മോശട്ടോ. അതും ഈ നട്ടപ്പാതിരാക്കി. മോനെ പോക്ക് മാത്രമുള്ള നട്ടപ്പാതിരാക്ക്. തിരിച്ചു വരുമ്പോ നേരം വിളിക്കും. അന്ന് അങ്ങനെ അവര് പോലീസിനെ വിളിക്കും. പോലീസ് കൊണ്ടുപോയ ജാമ്യക്കാര് വരുന്നവരും ജെട്ടിപ്പുറത്ത് നിർത്തും. ജെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. അയ്യേ, ഇട്ടിട്ടില്ലെങ്കിൽ പോലീസുകാർ പറയും അയ്യെന്ന്. ബാബാ, ഇതെന്താ ബാലക്കാരന്റെ വീടാ? ഗേറ്റിന് കിരീടം വെച്ചേക്കണ്. അതെ,
എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് കുയ്യാ മതി, ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോക്കോളാം. പോവാനൊന്നും പറ്റില്ല, തൊണ്ടടുത്തിരിക്കുക. അവന് ഇന്നൊന്നിട്ട് പൊറ്റിക്കേണ്ടവരോടാ, അഹങ്കാരിയാണ് അവൻ. അത് നിനക്കെങ്ങനെ മനസ്സിലായി? വീട് കണ്ടില്ലേ? ഈ കാശ് വല്ല പാവങ്ങൾ കൊടുത്തില്ലെങ്കിൽ അവര് കള്ളുപിടിച്ചു കൊടുത്തില്ലേ? എനിക്ക് ഈ മിണ്ടിയും പറഞ്ഞൊന്നും ശീലമില്ല. ഈ തൊട്ടും തോണ്ടിയൊക്കെ പരിചയമുള്ളൂ. ഡയലോഗ് ഞാൻ ഓപ്പൺ ചെയ്യും, ബാക്കി നീ കൊണ്ടുപോയിക്കോണം. അത് ശരി, നീ ഓപ്പൺ കൊണ്ട് ഇങ്ങാതെ വന്നാ അപ്പൊ സോഡ് ഓപ്പൺ ചെയ്യാൻ ചെയ്യും. ഓടാ. പള്ളി പെരുന്നാള് പോലെ വിളിച്ചോ. ഈ കാശ് വല്ല പാവങ്ങൾക്ക് ദാനം ചെയ്താല് അവര് ഒരു നേരം ചീട്ട് കളിച്ച് കളയൂലേ? ആ, എന്നെ മനസ്സിലായില്ലേ? നമ്മള് കണ്ടിട്ടുണ്ട്. ഞാൻ ശ്യാം. ദിസ് ഇസ് മൈ ഫ്രണ്ട് പപ്പൻ. അല്ല, എന്താ ഈ നേരത്ത്? പറയാം, വന്നേ. എന്നതാ? ആരാ ഇവരൊക്കെ? ആ, ഹലോ അങ്കിൾ, എന്നെ മനസ്സിലായില്ലേ? നമ്മളൊന്ന് പാർട്ടിയില് പപ്പ അങ്കിള് നല്ല വീശാണ് കേട്ടാ. എന്നതാ കാര്യം? ഞങ്ങളൊരു സീരിയസ് കാര്യം ഡിസ്കസ് ചെയ്യാൻ വന്നത്. ഈ പാതിരാക്കാ? പാതിരാത്രി പറയേണ്ടത് പാതിരാത്രി പറയണം, പുലർച്ചെ പറയേണ്ടത് പുലർച്ചെ പറയണം. പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട നേരത്ത് പറഞ്ഞില്ലെങ്കിൽ, പറയേണ്ടാത്ത കാര്യങ്ങൾ പറയേണ്ടാത്ത നേരത്ത് പറഞ്ഞില്ലെന്ന് പറയും. പറയില്ലേ? അതൊക്കെ പോട്ടെ, ഏതാ ബ്രാൻഡ്? മറന്നു അല്ലേ? പെറ്റ തള്ളയെയും കുടിച്ച കളിനെയും മറക്കരുന്നാണ് ശാസ്ത്രം. താനേതാ? എന്തിന്? നാളെ നിങ്ങൾ എന്നെയും മറന്നു എന്ന് പറയില്ലേ? പറഞ്ഞാലും മനസ്സിലാവും. 4 അടിച്ചിട്ട് നാക്ക് കുഴയാതെ നഗരം നഗരം മഹാസാഗരം എന്ന് പാടാൻ പറ്റുമോ? ഞാൻ മദ്യപിക്കാറില്ല. പറ്റില്ല. സ്നേഹം കൂടുമ്പോ ഭാര്യയെ തൂക്കിയെടുത്ത് സിനിമയെ കാണുന്ന ഡാൻസ് കളിക്കാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണ്, നടുവുളുക്കും. എന്നതാടാ ഇത്? കള്ളും കുടിച്ചേച്ച് വാലും തലയില്ലാത്തൊരു വർത്താനം. പപ്പ, ചേട്ടന്റെ പേരും പപ്പർന്ന, എന്റെ പേരും പപ്പർന്ന, സെയിം പിച്ച്. പപ്പ ഒന്ന് ചുമ്മാരി. എനിക്കറിയാം ഇവരെ, ആൻഡ് ഫ്രണ്ട്സാ. അതാണ് പ്രശ്നം. മാൻ മാത്യൂസ്. ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇതാണ് ആൻ മാത്യൂസിന്റെ ഭർത്താവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. ഇതൊന്നും തന്നെ പോലൊരു മണഗുണാഞ്ചനെ കൊണ്ട് പറ്റൂല എന്ന് അവക്കറിയാം. പറ്റും. ഇവര് തമ്മിൽ മുടിഞ്ഞ പ്രേമല്ലേ? അതറിയാത്തതായി ആകെ 2 പേരേ ഉള്ളൂ. അത് നിങ്ങ 3 പേരാ. അമ്മ ഒന്നും ഞാൻ കണ്ടില്ല, എണ്ണം തെറ്റിപ്പോയി. ഇത് അവളുടെ വീട്ടിലറിയോ? ആ, അറിയാം. ഓ, നീ ഇതൊന്നും വിശ്വസിക്കണ്ടാവേ? വേണ്ട, വിശ്വസിക്കണ്ട. പക്ഷെ പള്ളിയിൽ വിളിച്ചു കൊല്ലുമ്പോ നിന്നെ ഇഷ്ടമല്ല എന്നവള് പറയും. ഞാൻ വന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോവുകയും ചെയ്യും. കാരണവരെ വെറുതെ റിസ്ക് എടുക്കണം. പാപ്പാ, ഈ പപ്പനെ വാടാ. എന്നേന്ന്? നഗരം നഗരം മഹാസാഗരം. ഇവിടെ ഇരിക്കാണ പോണ്ടേ? വാ, പോവാൻ വരട്ടെ. സത്യം പറ, അവക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമായതുകൊണ്ട് മാത്രമാണോ നീ ഇത് കലക്കാൻ നോക്കിയത്? പിന്നല്ലാതെ. അല്ലാതെ നിനക്കവളെ ഇഷ്ടായതുകൊണ്ടല്ല. അയ്യോ, ചോദിച്ചതല്ലേ ഉള്ളൂ. കൊല്ലും ഞാൻ വേറെ ഒരാള് അറിഞ്ഞ. അപ്പൊ സംഗതി അത് തന്നെയാണല്ലേ? ആ, അത് തന്നെ. എന്താ, എനിക്കൊന്നും ആയിക്കൂടെ? അല്ല, നീ ഇത് അവളോട് പറഞ്ഞിട്ടുണ്ടാ? ഓ ഇല്ല. ഞാനിത് എങ്ങനെ പറഞ്ഞാലും ഒരു പൈങ്കിൾ ടച്ച് വരും. അവളുടെ സ്വഭാവം അറിയാലോ, എന്റെ വാല് മുറിയും. ഇതാവുമ്പോ സേഫാ. മാനുവലോ അവന്റെ അപ്പനോ അവളെ ഇപ്പൊ തന്നെ വിളിച്ച് കാര്യം പറയും. ഒരു ചമ്മലിന്റെ ചെലവില്ലാതെ അവള് കാര്യം അറിയുകയും ചെയ്യും. എങ്ങനുണ്ട് മച്ചു? നീയാണ് പുലി. വാ കേറ്. അവിടെ നിൽക്ക്. സത്യം പറഞ്ഞിട്ട് പോയാ മതി. എന്ത് സത്യം? എടാ, നീ ഞങ്ങൾക്ക് കള്ളും മേടിച്ചെന്ന് ഞങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് നിന്റെ ഷോയ്ക്ക് ഒരു മോഡലിനെ കിട്ടാൻ വേണ്ടി മാത്രമാ. ഓ അളിയാ, നീ ഇതെപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. നിന്റെ ഊഹം ശരിയാ. നിനക്ക് പോലും ഇത് മനസ്സിലായി, എന്നിട്ട് എന്താ അവക്ക് ഇത് മനസ്സിലാവാത്ത? പിന്നെ ഈ ചള്ളു പിള്ളേരെ പോലെ ഇഷ്ടമാണെന്നും പറഞ്ഞ് പുറകെ നടക്കുന്ന എനിക്കിഷ്ടമല്ല. അപ്പൊ പിന്നാലെ നടക്കാൻ എന്തെങ്കിലും കാരണം വേണ്ടേ? അതാണ് ഈ ഫെമിനാ ഷോ. കള്ള ഡിസൈനറേ. കോഴി കൂവി. കാമുകന്മാര് വന്ന് വണ്ടി കയറി.